ഈ വർഷത്തെ മഹാകുംഭമേളയ്ക്കൊരുങ്ങി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. കുംഭമേളയ്ക്ക് മുന്നോടിയായി NDRF മോക്ക് ഡ്രിൽ നടത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 12 വർഷത്തിൽ ഒരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത്. 45 കോടിയിലധികം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഈ മാസം 13-ന് ആരംഭിച്ച് ഫെബ്രുവരി 26-ന് സമാപിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒരുങ്ങി ഒഡീഷ. നാളെ മുതൽ വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം നടക്കുന്നത്. വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഭുവനേശ്വറിലെ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന അതിഥികളെ പരമ്പരാഗത നാടോടി നൃത്തങ്ങളോടുകൂടിയാണ് വരവേൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ അതിശൈത്യം തുടരുന്നു. ജമ്മുകാശ്മീർ, പൂഞ്ച്, മുഗൾ റോഡ് എന്നിവിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതാനും ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥ തുടരുമെന്നും 11, 12 തീയതികളിൽ ചില സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ വിനോദസഞ്ചാരികൾക്ക് ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച നിർദ്ദേശവും നൽകി. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രെയിനുകൾ വൈകി ഓടുകയാണ്. കർണാടകയിലെ തുംകൂരിലുണ്ടായ വാഹനാപകടത്തിൽ 3 ബൈക്ക് യാത്രികർ മരിച്ചു. ഒബലാപൂർ ഗേറ്റിന് സമീപം ബൈക്ക് ട്രാക്ടർ ട്രെയിലറിൽ ഇടിച്ചാണ് അപകടം. മധുഗിരി താലൂക്കിലെ ഗോണ്ടിഹള്ളിയിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്.